എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. പുറപ്പാടിന്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ ദൈവം മോശയോട് അരുളി ചെയ്യുന്ന വാക്കുകളാണിത്. ജീവിതത്തിനകത്ത് പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ പ്രയാസങ്ങൾ ഏറി വരുമ്പോൾ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കുക. മോശ അഹരോനെയോ തൻ്റെ കൂടെയുള്ള മൂപ്പന്മാരെയോ കൂടെ 6 ലക്ഷത്തോളം വരുന്ന ജനമുണ്ട്, അവരെയോ നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. മോശ പറയും, ഇവരെല്ലാം എൻ്റെ ചുറ്റിലുമുണ്ട്, പക്ഷെ ഞാൻ അതിലും വലിയതായി അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. മോശ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: കർത്താവേ, തിരു സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ അങ്ങ് എന്നെ പുറപ്പെടുവിക്കരുത്, അങ്ങ് ഞങ്ങളെ പുറപ്പെടുവിക്കരുത്. മോശയ്ക്കറിയാം, ദൈവത്തിന്റെ സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ടെങ്കിൽ ചെങ്കടൽ തന്റെ മുമ്പിൽ വഴി തുറന്നു കൊടുക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ടെങ്കിൽ വിരോധമായി യുദ്ധത്തിന് എഴുന്നേൽക്കുന്ന അമാലേക്കിന്റെ ശക്തികൾ തന്റെ മുൻപിൽ തോൽക്കുവാനിടയായി തീരും. വിരോധമായി തന്റെ യാത്രയ്ക്ക്, തന്റെ വാഗ്ദത്തത്തിന് തടസ്സമായി മുന്നിൽ നിൽക്കുന്ന എരിഹോവിന്റെ മതിൽ ഉടഞ്ഞു വീഴുവാനിടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ, പ്രതികൂലങ്ങൾ ഉയർന്നു വരുമ്പോൾ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കർത്താവിനോട് പറയുക: കർത്താവേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ വേണം. ദൈവത്തിന് നിങ്ങളോട് പറയാൻ ഒരു മറുപടി ഉണ്ട്: എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. അതെ, ജീവിതത്തിന്റെ എല്ലാ മേഖലയ്ക്കകത്തും സ്വസ്ഥത അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ വരുമാറാകട്ടെ. ആമേൻ.